നമസ്കാരം. മല്ലൂസ് ഇൻ മോൾഡീവ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ ഇസ്ലാം മത വിശ്വാസികളും നോമ്പെടുക്കുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു നോമ്പ് തുറ വിഭവം, അല്ലെങ്കിൽ നോമ്പ് തുറ വിഭവം എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ മന്തി എന്ന് പറയുന്ന സമയത്ത് സാധാരണ നമ്മൾ യമനീസ് മന്തിയൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. ആ യമനീസ് മന്തി എന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ച് ഇന്ത്യൻ സ്പൈസസും ഒക്കെ കൂടി ചേർന്നിട്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു മന്തി, പക്ഷെ വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. സാധാരണ മന്തിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പച്ച ചൊവ്വയും ഒരു അങ്ങനത്തെ ഒരു കളറും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറ്. അതിന് പകരമായിട്ട് നമ്മൾ കുറച്ചുകൂടി ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഉള്ള ഒരു മന്തിയാണ് ഇപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മന്തി ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടാം. സാധാരണ മന്തിയിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. മറ്റൊന്നുമല്ല, കുറച്ച് ക്യാരറ്റ്, ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ക്യാരറ്റ്, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ തക്കാളി, 2 കളറുള്ള ക്യാപ്സിക്കം കൂടി ചേർത്തിട്ടുണ്ട്, ബെൽ പെപ്പർ. അപ്പോൾ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസിന് പുറമേ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് സവോള, ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള സവോള, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ പച്ചമുളക്, ഹോൾ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, ചതയ്ക്കൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ പച്ചമുളകുണ്ട്. പിന്നെ ഇത് ഇവിടെയൊക്കെ കിട്ടുന്ന ഈ ബിരിയാണിയിലും ഇതിലൊക്കെ മന്തിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇലയാണ്. ഓക്കെ, അതുകൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. പിന്നെ ചെറിയ സാധനങ്ങൾ ഇടയ്ക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്, അതുകൂടി നമ്മൾ പറയാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ അതിൽ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഒരുമിച്ചിട്ടിട്ട് ആദ്യം കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് പിന്നെ ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ പറയാം. ആദ്യം നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള ക്യാപ്സിക്കം, തക്കാളി, ജിഞ്ചർ, ഗാർലിക്, അതുപോലെ തന്നെ ക്യാരറ്റ്, ഈ സാധനങ്ങളൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന വെസലിലേക്ക് ഇടാം. ഇനി നമ്മൾ നേരത്തെ ഇട്ട ക്യാപ്സിക്കം, ഇതിനൊക്കെ പുറമെ നമ്മൾ സവോള, അതുപോലെ തന്നെ പിന്നെ മല്ലിയില, മുളക്, ഇങ്ങനെയുള്ള ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് ഇടണം. പിന്നെ മന്തിക്കൊക്കെ രുചി കൂട്ടുന്ന സാധനമാണ് ചിക്കൻ സ്റ്റോക്ക്. അപ്പോൾ അതിൻ്റെ മാഗി ക്യൂബ് എന്നൊക്കെ പറയുന്ന സാധനം, മാഗി ക്യൂബ്. ഇതൊരു 3 പീസ് ഇടുന്നുണ്ട്. 3 പീസ് ഇട്ടാലാണ് ഇത്രയും ചിക്കനിക്കൊക്കെ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഒരു പീസ് കൂടി ഇടാം. 3 പീസ് ഇട്ടു. ഇനി ഹോൾ സ്പൈസാണ് അതിൽ വരുന്നത്. കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്ക, ജീരകം, ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ തക്കോലം, ഈ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇതിലിടുന്നത്. ഇനി സൺഫ്ലവർ ഓയിലാണ്. കുറച്ച് സൺഫ്ലവർ ഓയിൽ നമുക്ക് എടുക്കണം, കാരണം മന്തിയൊക്കെ കുറച്ചൊരു ഓയിലി സാധനമാണ്, അപ്പോൾ ഡിഷാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ കൂടി ചേർക്കാം. ഇത് മന്തി മസാലയാണ്. ഇത് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തതാണ്. സ്പൈസസ് എല്ലാം കൂടി പിന്നെ അരച്ചെടുത്തിട്ട്, അപ്പോൾ ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് കുറച്ച് ചേർക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഫുൾ ലെമൺ ജ്യൂസ് ചേർക്കണം.
നമ്മൾ നേരത്തെ മന്തി മസാല ചേർത്തിട്ടുണ്ടായിരുന്നു. മന്തി മസാലയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. എന്തായാലും അത് നമുക്ക് മന്തി മസാല എന്ന രൂപത്തിൽ തന്നെ കിട്ടും. അല്ലെങ്കിൽ കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ച് അത് മിക്സ് ചെയ്യണം. നമ്മളിത് എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു വലിയൊരു സ്പൂണ് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ആളുകളുടെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എത്ര ക്വാണ്ടിറ്റി അരിയൊക്കെ നമ്മൾ എടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഈ റൈസിലേക്കുള്ള കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. അത് റൈസിലേക്കും അതുപോലെ തന്നെ ഈ ഉണ്ടാക്കുന്ന മസാലയ്ക്കും എല്ലാം കൂടി ചേർത്തിട്ടുള്ളതാണ്. പിന്നെ നമ്മളിതിൽ മാഗി ക്യൂബ് ചേർക്കുന്നത് കാരണം ഉപ്പ് കുറേ അധികം ചേർക്കരുത്. മാഗി ക്യൂബിൽ തന്നെ ഉപ്പുണ്ട്, അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഇടാൻ. ഇനി ഇത് നമ്മൾ ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ ശരിക്കും സ്കിന്നോട് കൂടിയിട്ട് ഉപയോഗിച്ചാൽ ഒന്നുകൂടി നല്ലതാണ്. ഞാൻ ഇവിടെ ബോൺലെസ് ചിക്കനാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് സ്കിന്നില്ല. ഇതും കൂടി ചേർത്തിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് കുറച്ച് സമയം, ഒരു അരമണിക്കൂറെങ്കിലും മിനിമം, ഒരു അരമണിക്കൂർ മുതൽ ഒരു 1.5 മണിക്കൂർ വരെയൊക്കെ നമ്മളൊന്ന് ഇങ്ങനെ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. നല്ല മസാലയൊക്കെ പിടിച്ചതിന് ശേഷം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മളൊരു 1.5 മണിക്കൂറോളം നേരം ഇത് റെസ്റ്റിന് വെച്ചതിന് ശേഷം നമ്മളിത് കുക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ കുക്ക് ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരി എടുത്തിട്ടുള്ളത് ഈ ഒരു പാത്രത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് ഞങ്ങളൊരു അളവ് പാത്രം. ഇത് ഏകദേശം ഒരു ഗ്ലാസ് വരും. അങ്ങനെ വരുമ്പോൾ ഇതിന് 3.5 പാത്രം അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3.5 പാത്രം അരി എടുക്കുന്ന സമയത്ത് നമ്മൾ 5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 5 ഗ്ലാസ് ചുടുവെള്ളം അതും കൂടി ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മൾ അളന്നെടുത്തിട്ടുള്ള വെള്ളമാണ്, ഇത് ചൂടാക്കിയിട്ടുള്ളതാണ്. ഇതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് റൈസ് അടക്കം വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ പിന്നെ ഇത് തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 10-20 മിനിറ്റൊക്കെ ആയി ഇത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട്. തുറന്നപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്, നല്ല മന്തിയുടെ സ്മെല്ല് വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ചിക്കൻ സ്റ്റോക്കിൻ്റെയൊക്കെ ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട്. പിന്നെ ഇപ്പോഴും നമ്മളിതിൽ റൈസ് ഇട്ടിട്ടില്ല. ഇനി ആദ്യം നമ്മൾ ഈ വെന്ത ചിക്കൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റണം. അതിനുശേഷം നമുക്ക് പിന്നെ ഈ ചിക്കൻ സ്റ്റോക്കിലേക്ക് വേണം റൈസ് ഇട്ട് വേവിക്കാൻ. അപ്പോൾ നമുക്ക് ഓരോ ചിക്കൻ അതിൽ നിന്ന് എടുത്ത് മാറ്റാം. ചിക്കൻ എടുത്ത് മാറ്റുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചിക്കൻ മന്തിയിലുള്ള ചിക്കൻ ശരിക്കും ഒരു ചെറിയ രൂപത്തിൽ ഒന്ന് പിന്നെ ഫ്രൈ ചെയ്യുമെന്ന് പറഞ്ഞാൽ സാധാരണ ഫ്രൈ ചെയ്യല്ല ചെയ്യാറ്. പിന്നെ അത് ഈ സ്റ്റോക്ക് തന്നെ കിടന്നിട്ട് ഒരു കളറ് മാറുകയാണ് ചെയ്യാറ്. പക്ഷെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഉള്ളത് കാരണം പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് കാരണം നമുക്കൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കനൊക്കെ ഇതിന്ന് എടുത്ത് മാറ്റുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് റൈസ് ഇടാൻ പോവുകയാണ്. നമ്മൾ സോക്ക് ചെയ്ത് ഡ്രെയിൻ എടുത്തിട്ടുള്ള റൈസാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്കിൽ കിടന്ന് വേവട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നുകൂടി നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. കിടന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ.
നമ്മൾ ഇതിലേക്ക് ഒരു ഉണക്ക നാരങ്ങ കൂടി ചേർക്കുകയാണ്. ഉണക്ക നാരങ്ങയുടെയൊക്കെ ഒരു ടേസ്റ്റും കൂടി ഉണ്ടെങ്കിലാണ് മന്തി അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഉണക്ക നാരങ്ങ അതിൽ ചേർത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം കൂടി മൂടി വയ്ക്കാം. നമ്മുടെ ചോറ് അടുപ്പത്ത് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് നമുക്ക് ഈ മാറ്റി വെച്ച ചിക്കനില്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് പൊള്ളിച്ചെടുത്താൽ മതി. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ ചിക്കനായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു കുറച്ചൊരു പൊരിച്ച രൂപത്തിലുള്ള ചിക്കൻ ആകുമ്പോഴാണ് അതിൻ്റെ മന്തിയുടെ ഒരു കളറും കാര്യങ്ങളൊക്കെ കിട്ടുക. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു കളറൊന്നും ഇങ്ങനെ മാറ്റി എടുത്താൽ മതി. ചിക്കനൊന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറുമ്പോൾ നമുക്ക് തിരിച്ചിടാം. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുക്കായപ്പോൾ മീൻസ് കളറൊക്കെ ഒന്ന് മാറിയപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കളറ്. ഇത്രയും വേണ്ടു. ഇനി മറ്റേ ഭാഗം കൂടി ശരിയായിട്ടുണ്ട് വെച്ചാൽ നമുക്ക് ഇതിൽ റൈസിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ആവി കയറ്റിയെടുക്കാം. ഇനി നമ്മൾ കുറച്ച് കനൽ ഇതിലിട്ടിട്ടുണ്ട്. ഒരു പാത്രത്തിലാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു സ്മോക്കൊക്കെ വരും. ആ സ്മോക്ക് നമ്മൾ ഇതിൽ നിൽക്കണം. അതിനനുസരിച്ച് പെട്ടെന്ന് അടച്ചു വയ്ക്കാം. ഒരു ചെറുതീയിൽ ഒരു 5-8 മിനിറ്റ് കൂടി ആവി കയറ്റിയെടുക്കുക. അത്രയേ ഉള്ളൂ. ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഇതിൽ വെച്ചിട്ടുള്ള ചാർക്കോൾ നമുക്ക് എടുത്ത് മാറ്റാം. ജസ്റ്റ് ഒന്ന് നിലക്കാം. ചിക്കനൊക്കെ കറക്റ്റായിട്ടുണ്ട്. റൈസ് വല്ലാതെ ഒട്ടിയിട്ടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, നമുക്കിതൊന്ന് സെർവ് ചെയ്ത് നോക്കാം. നല്ല മയണൈസാണ്. ഇത് തക്കാളി ചമ്മന്തിയാണ്. തക്കാളി, പുതിന, ഇഞ്ചി ഇതൊക്കെ ഉള്ള ചമ്മന്തിയാണ്. സൂപ്പർ സൂപ്പർ. ചിക്കൻ എടുത്ത് മയണൈസ് ഒന്ന് തൊട്ട് ശരിയാക്കാം. സൂപ്പർ സൂപ്പർ. നല്ല ഒന്നാം തരം മന്തിട്ടാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുകൊണ്ടു.
വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും വണക്കം.